ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചനയും സച്ചിയും ഇപ്പോൾ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് തന്നെ രാജീവ് വന്ന് സച്ചി ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, അനിരുദ്ധൻ്റെ കേസും പറഞ്ഞ്. അർച്ചനയ്ക്കാണെങ്കിൽ സച്ചിയെ മനസ്സിലായിട്ടുണ്ട്. സച്ചിയേട്ടാ എന്ന് അർച്ചനയും പറയുന്നുണ്ട്. എന്നാൽ അർച്ചനയെ ഇപ്പോൾ ശോഭന വന്ന് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്, ഹോസ്പിറ്റലിനകത്തേക്ക്. വർഷങ്ങൾക്ക് ശേഷം പരസ്പരം അവർ കണ്ടുമുട്ടിയെങ്കിലും അവർക്കൊന്നും തന്നെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അവന്തികയുടെ നിർദ്ദേശപ്രകാരം രാജുവും അവന്തികയും കൂടെ ഒത്തുകളിച്ച് ഇപ്പോൾ സച്ചിയെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം അറിയുന്ന രാജീവ് ഇപ്പോൾ സച്ചിയെ കുടുക്കിയിരിക്കുകയാണ്, അതും പണത്തിന് വേണ്ടി. സച്ചിക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാതെ നിൽക്കുന്നുണ്ട്. 7 വർഷം മുന്നേ നീ കൊന്നവൻ്റെ എല്ലും തലയോട്ടിയും ദൈവം എൻ്റെ കൺമുന്നിലാടാ കൊണ്ടുവന്നത്. അത് തിരിച്ചറിഞ്ഞതും നീ തന്നെയാണ്. നീ അത് ഓർക്കുന്നില്ലേ എന്ന് രാജീവ് സച്ചിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് സച്ചി എന്ന അനിരുദ്ധൻ്റെ ഫോട്ടോ തിരിച്ചറിഞ്ഞ നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ആ നിമിഷം മുതലേ നിന്നെ ഞാൻ സംശയിച്ചു തുടങ്ങിയതാണ്. ഇനി നിനക്ക് രക്ഷയില്ല, കേരള ജീപ്പിൽ എന്നൊക്കെ സച്ചിയോട് ഇപ്പോൾ രാജീവ് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചിയെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് സച്ചി. അങ്ങനെ സച്ചിയുടെ കയ്യിൽ വിലങ്ങും അണിയിക്കുന്നുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ, ഞാനല്ല സാർ എന്നൊക്കെ സച്ചി ഒരുപാട് തവണ പറയുന്നുണ്ടെങ്കിലും രാജീവ് അതൊന്നും കേൾക്കാത്ത മട്ടിൽ നിൽക്കുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ അർച്ചനയെ ശോഭനയും ഹോസ്പിറ്റലിലെ മറ്റ് 2 സ്റ്റാഫുകളും കൂടി പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഗോകുലം നിൽക്കുന്നുണ്ട്. സമൃദ്ധ, ഞങ്ങളൊന്ന് പറയട്ടെ എന്നൊക്കെ ശോഭന ഇങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട്. ആരാ നിങ്ങളുടെ സമൃദ്ധ? ഞാൻ നിങ്ങളുടെ സമൃദ്ധിയൊന്നുമല്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആ സ്റ്റാഫ് ഒരാൾ പറയുന്നുണ്ട്. കൊച്ചേ, ആദ്യം ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ആ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്ന് ഒരു നേഴ്സ് പറയുന്നുണ്ട്. ഇവരെ അകത്തേക്ക് കൊണ്ടുപോയി എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നെ വിട്, എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അർച്ചന ഇപ്പോൾ ബഹളം വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ അർച്ചന അവരോടെല്ലാം ദേഷ്യപ്പെടുന്നുണ്ട്. സമൃദ്ധ, പ്ലീസ് പറയുന്നത് കേൾക്ക് എന്ന് ഗോകുൽ അർച്ചനയോട് പറയുന്നുണ്ട്. ഈ കട്ടിലേക്ക് കിടത്തെന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ ഈ കട്ടിലിൽ കിടക്കുന്നത്? എനിക്ക് വീട്ടിലേക്ക് പോകണം, അല്ലാതെ ഞാനെന്തിനാ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്? എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ വിട്, എൻ്റെ മോളെ കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അർച്ചന കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. എൻ്റെ മോളിപ്പോൾ എന്നെ കാണാത്ത ബഹളം വയ്ക്കുന്നുണ്ടാവും എന്നൊക്കെ വീണ്ടും അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ അർച്ചനയോട് പറയുന്നു. റെസ്റ്റ് എടുക്കാനോ? ഡോക്ടർ എന്താ ഈ പറയുന്നത്? അതിന് എനിക്കെന്താ കുഴപ്പം? ദേ, എൻ്റെ മോൾക്ക് വിശക്കും, പാല് കൊടുത്തില്ലെങ്കിൽ അവൾ കരഞ്ഞ് ബഹളമുണ്ടാക്കും എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്. മോളെ, നീ ഇവിടെ കിടക്ക് എന്നൊക്കെ ശോഭന പറയുമ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അർച്ചന. ഇത് കേട്ട് ശോഭന ഇപ്പോൾ അവിടെ നിന്നും അല്പം അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. എല്ലാവരും കൂടെ പിടിച്ച് അർച്ചനയെ അവിടെ കിടത്തുന്നു. അങ്ങനെ അർച്ചനയെ അവിടെ കെട്ടിയിടുന്നു. കയ്യും കാലും ബെഡിൽ പിടിച്ച് കെട്ടിയിടുകയാണ്. എന്നെ എന്തിനാ കെട്ടിയിടുന്നത് ഡോക്ടർ? എനിക്കൊരു പ്രശ്നവുമില്ല, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അർച്ചന വീണ്ടും കരഞ്ഞു പറയുന്നുണ്ട്. എന്നാൽ അവരാരും അത് കേൾക്കുന്നില്ല. അർച്ചനയ്ക്ക് എന്തോ പറ്റിയെന്നാണ് അവർ പറയുന്നത്. ഞാൻ സമൃദ്ധിയല്ലെന്ന് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഞാൻ സമൃദ്ധിയല്ല ഡോക്ടർ, എന്നെ ഒന്നും ചെയ്യല്ലേ ഡോക്ടർ, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് അർച്ചന വീണ്ടും ബഹളം വയ്ക്കുന്നു. എന്നാൽ ഈ ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും അർച്ചനയുടെ താൻ അർച്ചനയാണ് എന്നൊരു വാക്ക് അർച്ചന ഇപ്പോഴും അവരോട് പറയുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ അർച്ചനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അർച്ചന മയങ്ങുകയാണ്. ഇനി കെട്ടഴിച്ചേക്ക് എന്ന് ഡോക്ടർ പറയുമ്പോൾ അങ്ങനെ അർച്ചനയുടെ കെട്ടൊക്കെ അഴിച്ച് മാറ്റുന്നുണ്ട്. ഈ കണ്ടീഷനിൽ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് ഡോക്ടർ ഇപ്പോൾ ഗോകുലിനോടൊക്കെ പറയുന്നു. പെട്ടെന്ന് ഉണരുവോ എന്ന് ശോഭന ചോദിക്കുമ്പോൾ ഇല്ല, ഒരു 2 മണിക്കൂർ ഇതിൻ്റെ എഫക്റ്റ് കാണും എന്ന് കരുതി ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ശരിക്കും സമൃദ്ധയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഗോകുൽ ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ മെമ്മറിയിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവായി സംഭവിക്കാം. സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ. അൺഎക്സ്പെക്റ്റഡായി എന്തെങ്കിലും കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ പഴയ ചില മെമ്മറി ഒന്ന് കയറി വരും എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറന്നുപോയതെല്ലാം ഓർമ്മയിൽ വരുമെന്നാണോ? ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ചിലപ്പോൾ ഓർക്കാം, ഓർക്കാതിരിക്കാം. വിശദമായ ചെക്കപ്പിന് ശേഷം മാത്രമേ അത് പറയാൻ സാധിക്കൂ. തൽക്കാലം അഡ്മിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ സിറ്റുവേഷൻ വളരെ ബാഡായി മാറുമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇവിടെ തന്നെ കാണണം, ഉണരുമ്പോൾ അറിയിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്.
അങ്ങനെ ഇപ്പോൾ അർച്ചനയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഗോകുൽ. ശേഷം ഇപ്പോൾ സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ അർച്ചനയെ ഒന്ന് കണ്ടോട്ടെ, അർച്ചന ആ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, നിന്റെ അഭ്യാസങ്ങളൊന്നും ഇനി എൻ്റെ മുന്നിൽ നടക്കില്ല. അനിരുദ്ധനെ കൊന്നതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ രാജീവ് ഇങ്ങനെ പറയുമ്പോൾ സച്ചി വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, സാർ ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന്. ഇതെല്ലാം വെറുതെയാണ്, സാറിനെ കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഇത്രയും കാലം ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ എൻ്റെ അർച്ചനയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്യാതിരുന്നത് എന്തെങ്കിലും ഒരിക്കൽ അർച്ചനയെ എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇപ്പോൾ ദൈവമാണ് അവളെ എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത്. ഈ സമയം സാർ എന്നോട് അല്പമെങ്കിലും കരുണ കാണിക്കണം. ഇത് കേട്ട പാടെ രാജീവ് ഇപ്പോൾ സച്ചിയുടെ കർണത്തടിച്ചു. നിനക്ക് തരാനുള്ള കരുണയുടെ ചെറിയൊരു ശിക്ഷയാണ്, ബാക്കി ഞാൻ പിന്നീട് തരാം, തൽക്കാലം നീ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് ലോക്കപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് സച്ചിയെ. സാർ എന്നോട് അല്പമെങ്കിലും കരുണ കാണിക്കണം, ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം എന്നൊക്കെ സച്ചി രാജീവിനോട് പറയുന്നുണ്ടെങ്കിലും സച്ചിയുടെ വാക്കുകൾ കേൾക്കാൻ പോലും രാജീവ് തയ്യാറാകുന്നില്ല. സച്ചിയെ പിടിച്ച് ലോക്കപ്പിലേക്ക് തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് ആ സെല്ലടയ്ക്കുകയാണ് രാജീവ്. നിന്റെ മുന്നിൽ ഇപ്പോൾ അടഞ്ഞ വാതിലുണ്ടല്ലോ, അത് വെറും ലോക്കപ്പിൻ്റെ വാതിലാണ്. ലോക്കപ്പിൻ്റെ വാതിലല്ല, ജീവിതത്തിൻ്റെ വാതിലാണ്. ഇനി നീ ഒരിക്കലും പുറം ലോകം കാണില്ല. ഞാൻ പറയുന്നത് വരെ ഇവന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. സച്ചി ഇപ്പോൾ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് അർച്ചന സച്ചിയെ വിളിച്ച ആ ഒരു രംഗമാണ് ആലോചിക്കുന്നത്. രാജീവ് ഇപ്പോൾ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, അവനെക്കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചിട്ട് അവനെക്കൊണ്ട് ഇന്ന് തന്നെ മൊഴിയെടുപ്പിക്കണം എന്നൊക്കെ രാജീവ് പറയുമ്പോൾ അവൻ അത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഒരു കോൺസ്റ്റബിൾ പറയുന്നു. സമ്മതിപ്പിക്കണം, ഈ കേസിൽ അവൻ തന്നെയാണ് പ്രതി എന്ന് രാജീവ് പറയുന്നുണ്ട്. സംഭവം നേരിട്ട് കണ്ട ഒരു സാക്ഷി പോലുമില്ല, പിന്നെ എങ്ങനെയാ സാറേ എന്ന് മറ്റൊരു കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്. സാക്ഷി ഉണ്ടെങ്കിലോ, വെറും സാക്ഷിയല്ല, മാപ്പ് സാക്ഷി എന്ന് രാജീവ് പറയുന്നു. അതിനു മുന്നേ ഇത് അവൻ തന്നെയാണ് ചെയ്തതെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ആദ്യമായിട്ടല്ലല്ലോ നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ആ ബുദ്ധിമുട്ട് മാറ്റാനുള്ളത് തൻ്റെ അക്കൗണ്ടിൽ ഇന്ന് തന്നെ എത്തും എന്ന് രാജീവ് ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്. സാറിങ്ങനെ നിർബന്ധിച്ചാൽ പിന്നെ എനിക്കെന്താ പ്രശ്നം, നമുക്ക് സമ്മതിപ്പിക്കാം എന്ന് കോൺസ്റ്റബിളും പറയുന്നുണ്ട്. വീണ്ടും ലോക്കപ്പ് തുറക്കുന്നു. രണ്ടുപേരും ഇപ്പോൾ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ലാതെ ചോദിക്കുന്നതിന് മണിയായിട്ട് ഉത്തരം പറയണം. നിന്റെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ എന്നൊക്കെ കോൺസ്റ്റബിൾ ഇങ്ങനെ പറയുമ്പോൾ, സാറേ ഞാൻ ആരെയും കൊന്നിട്ടില്ല, CSR എവിടെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് സച്ചി ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്. നീ ആരെയും കാണാൻ പോകുന്നില്ല, ആദ്യം നീ ഇതിൽ ഒപ്പിട് എന്ന് അയാൾ പറയുന്നുണ്ട്. ഒപ്പിടാനോ, എന്താ ഇത് എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ രാജീവ് ഇപ്പോൾ അവിടേക്ക് വരുന്നു. 7 വർഷം മുന്നേ നീ അനിരുദ്ധനെ കൊന്ന് ചാക്കിൽ കെട്ടിയ ആ പാറമടയിൽ കൊണ്ടുപോയി കൊന്നിട്ടു എന്ന് നീ സമ്മതിച്ചു എന്നുള്ള ഒരു മൊഴിയാണിത്. അത് വായിച്ചു കേട്ടിട്ട് സമ്മതിച്ചു എന്നതിൻ്റെ ഒപ്പ് നീ ഇപ്പോൾ തന്നെ എനിക്ക് ഇട്ട് തരണമെന്ന് രാജീവ് ഇപ്പോൾ സച്ചിയോട് പറയുകയാണ്. സാറേ, നിങ്ങൾ എന്നെ ഇതിൽ കുടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് സാറ് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ പറയുന്ന ഏത് കടലാസിൽ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം എന്ന് സച്ചി പറയുന്നുണ്ട്. ഇതല്ല, ഏത് കൊലപാതകം ആണെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം. എത്ര വർഷം വേണമെങ്കിലും ഞാൻ ജയിലിൽ കിടന്നോളാം. പക്ഷേ ഇപ്പോൾ സാറിനെ ഒന്ന് പുറത്തു വിടണം. ഞാൻ അർച്ചനയെ കണ്ടുപിടിച്ച് തിരിച്ചു വന്ന് എല്ലാ കുറ്റവും ഞാൻ തന്നെ ഏറ്റെടുത്തുകൊള്ളാം എന്നും സച്ചി അവരോട് പറയുന്നുണ്ട്. ഏത് കടലാസിൽ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ടോളാം എന്നും പറയുന്നു. ഓഹോ, നിന്റെ അർച്ചനയെ കണ്ടുപിടിച്ച് തിരിച്ചു വന്നാലേ നീ ഇതിൽ ഒപ്പിടൂ അല്ലേ എന്ന് രാജീവ് ചോദിക്കുന്നു. സാർ, ഞാൻ നിങ്ങളെ പറ്റിക്കില്ല. ഇത്രയും കാലം അർച്ചനയ്ക്ക് വേണ്ടി കാത്തിരുന്നവനാണ് ഞാൻ. ഇന്നിപ്പോൾ അവൾ എൻ്റെ കൺമുന്നിൽ എവിടെയോ ഉണ്ട്. അവൾ ഇറങ്ങിപ്പോയി അന്ന് നഷ്ടപ്പെട്ടതാണ് സാറേ എനിക്ക് എൻ്റെ കുടുംബം. എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചു ചതിയിലൂടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു. വലിയ സമ്പന്നരായിരുന്നു ഞങ്ങൾ. ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി വലിയ രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ അർച്ചന തിരിച്ചു വന്നാൽ ഇതൊക്കെ നേരെയാവും. എൻ്റെ കുഞ്ഞ് അവളുടെ കൂടെയുണ്ട്. അവളെയും കുഞ്ഞിനെയും വീട്ടിലാക്കിയിട്ട് സാറ് പറയുന്നത് പോലെ ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്നിപ്പോൾ രാജീവിൻ്റെ കാല് പിടിച്ച് പറയുകയാണ് സച്ചി. നിന്നെയും നിൻ്റെ പെണ്ണുമ്പിള്ളയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നിന്നെ ഞാൻ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വന്നത്. അനിരുദ്ധൻ്റെ കൊലക്കേസിലെ പ്രതിയാണ് നീയാണ് അയാളെ കൊന്നു എന്നതിൻ്റെ എല്ലാ തെളിവും സാക്ഷിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് രാജീവ് സച്ചിയോട് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട്. അങ്ങോട്ട് കൊടുക്കുക, അവൻ ഒപ്പിടും എന്നൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ ഒപ്പിടില്ല സാറേ, എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല.
സച്ചി ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ട് ഉടനെ തന്നെ ഇപ്പോൾ സച്ചിയുടെ കർണത്തടിച്ചിരിക്കുകയാണ് രാജീവ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ സച്ചിയെ ഒരുപാടിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. എല്ലാവരും അടിച്ചടിച്ച് ഇപ്പോൾ സച്ചി അവസാനം താഴേക്ക് വീണു പോകുന്നുണ്ട്. എഴുന്നേക്കടാ, നിന്നോട് എഴുന്നേക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടും സച്ചിക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. സച്ചി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. കോൺസ്റ്റബിൾസിൽ ഒരാൾ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ശ്വാസമുണ്ട് എന്ന്. സച്ചിയുടെ മുഖത്ത് വെള്ളം തളിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ഒന്ന് തിരിഞ്ഞു കിടക്കുന്നുണ്ട്. തുടർന്ന് അർച്ചനയെ കാണിക്കുന്നുണ്ട്. അർച്ചനയുടെ തൊട്ടരികിൽ തന്നെ ഇരിക്കുകയാണ് ഗോകുൽ. ശോഭന ഇപ്പോൾ അവിടേക്ക് വന്ന് ഗോകുലിന് ചായ എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗോകുൽ വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ശോഭന നിർബന്ധിച്ച് ഗോകുലിന് ചായ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾ പറഞ്ഞത് കേട്ട് നീ ടെൻഷൻ ആകണ്ട, അതിൽ കാര്യമില്ല. മാനസിക നില തെറ്റിയാൽ ആരും ഇങ്ങനെ പറയും. ഇവൾ നമ്മുടെ സമൃദ്ധ തന്നെയാണ്. എന്തായാലും 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും എന്നും ശോഭന പറയുന്നുണ്ട്. വിശദമായി ചെക്കപ്പ് വേണമെന്നല്ലേ ഡോക്ടർ പറയുന്നത്? സമൃദ്ധിയുടെ മനസ്സിന് എന്തോ ഷോക്ക് ഏറ്റിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇത്രയും നാള് നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ഒരു ദിവസം പോലും കുഞ്ഞിനെ പിരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്തൊരു ഷോക്ക് ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശോഭന ഇപ്പോൾ ഗോകുലിനെ. ഈ സമയം ഗോകുലിന് ഒരു കോൾ വരുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.